നമ്മുടെ പാപപരിഹാരത്തിനായി അവസാന തുള്ളി രക്തവും ചിന്തി ജീവൻ ബലി കഴിച്ച യേശുവിൻ്റെ ബലിവേദിയായിരുന്നു കുരിശ്. പരിഹാസത്തിൻ്റെ അടയാളമായ കുരിശിനെ ഇന്ന് രക്ഷയുടെ അടയാളമായി ലോകം നോക്കിക്കാണുമ്പോൾ അതിൻ്റെ ഉള്ളറകളിലേക്ക് നാം അല്പം ചിന്തിക്കേണ്ടതിരിക്കുന്നു. ഓരോ ക്രൂശിത രൂപത്തിനു മുകളിലും പതിപ്പിച്ചിരിക്കുന്ന INRI എന്ന 4 അക്ഷരം അതെന്താണെന്നറിയാമോ? വിശുദ്ധ മത്തായി, മാർക്കോസ്, ലൂക്ക എന്നിവരുടെ ആദ്യ 3 സുവിശേഷങ്ങളിൽ യേശുവിനെ കുരിശിൽ തറച്ച ശേഷം കുരിശിൽ പതിപ്പിച്ചിരുന്ന മേലെഴുത്തിനെ യേശുവിൻ്റെ വിചാരണയും വിധിതീർപ്പും വിളിച്ചറിയിക്കുന്ന അടയാളമായി സൂചിപ്പിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ 27-ാം അധ്യായത്തിൽ 37-ാം വാക്യത്തിൽ പറയുന്നത് പോലെ യഹൂദന്മാരുടെ രാജാവായ യേശു എന്ന പരിഹാസമായിരുന്നു ഇത്. യേശുവിൻ്റെ കുരിശിലെ മേലെഴുത്ത് നിർദ്ദേശിച്ചതും 3 ഭാഷകളിൽ അത് പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടതും പീലാത്തോസ് ആയിരുന്നു. എല്ലാവർക്കും വായിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 3 ഭാഷകളിൽ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടത്. എന്നാൽ യേശുവിൻ്റെ കുരിശിലെ മേലെഴുത്തിനെ ചൊല്ലി യഹൂദ പ്രമാണികൾ സ്വരമുയർത്തിയെന്ന് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം നഗരത്തിന് സമീപമാകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് ഹെബ്രായ, ലാറ്റിൻ, ഗ്രീക്ക് എന്നീ ഭാഷകളിലായിരുന്നു എഴുതിയിരുന്നത്. പീലാത്തോസ് എഴുതിയ ഈ മേലെഴുത്തിന്റെ ചുരുക്കരൂപമാണ് ഇന്ന് നാം ക്രൂശിത രൂപങ്ങളിൽ കാണുന്ന INRI, യഹൂദന്മാരുടെ രാജാവായ നസ്രായനായ യേശു എന്ന ലാറ്റിൻ ഭാഷയുടെ ചുരുക്കെഴുത്ത്. കത്തോലിക്ക സഭ സ്ഥിതി ചെയ്തിരുന്നത് റോമൻ സാമ്രാജ്യത്തിലായിരുന്നു എന്ന കാരണത്താൽ റോമൻ സഭയുടെ ഔദ്യോഗിക ഭാഷ ലാറ്റിൻ ആയിരുന്നു. അതിനാലായിരുന്നു ലാറ്റിൻ പദം ഉപയോഗിച്ചത്. ചില അവസരങ്ങളിൽ INRIയുടെ ആദ്യ അക്ഷരം J എന്നെഴുതിയും കാണാറുണ്ട്. യേശുവിൻ്റെ കുരിശിൻ്റെ മുകളിലുള്ള ഈ മേലെഴുത്തിനെ പെസഹ അപ്പവുമായി കൂട്ടി വായിച്ച് ഇൻട്രി അപ്പം എന്ന് വിളിക്കുന്നൊരു പതിവുണ്ടായിരുന്നു. ഇതിൽ നിന്നുമാണ് കാലക്രമേണ ഇൻട്രിയപ്പമെന്നും ഇൻഡേറിയപ്പമെന്നും പേരുകൾ ഉണ്ടായെന്നുള്ള വിശ്വാസം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ യേശുവിനെതിരെയുള്ള പീലാത്തോസിന്റെ കുറ്റപത്രത്തെയാണ് ഇൻട്രി ഓർമ്മിപ്പിക്കുന്നത്. യേശുവിനെ പരിഹസിക്കാനായിരുന്നുവാൽ പോലും യേശുവിൻ്റെ കുരിശിൽ പതിപ്പിച്ചിരുന്ന മേലെഴുത്ത് സത്യമാണ്. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും നമ്മെ രക്ഷിച്ച യേശു തന്നെയാണ് യഥാർത്ഥ രാജാവ്. കുരിശാണ് അവൻ്റെ സിംഹാസനം. സ്നേഹവും കരുണയുമാകുന്ന നിയമങ്ങൾ വഴിയാണ് അവൻ നമ്മളെ ഭരിക്കുന്നത്. ഈ ലോകത്തെ ഭരിക്കുന്നവൻ അവൻ മാത്രമേയുള്ളൂ, ഏകരക്ഷകനായ അവിടുന്ന് മാത്രം.